ദിവസങ്ങൾ നീണ്ട സമരം കണ്ടില്ലെന്ന് നടിച്ച സർക്കാരിന് കടുത്ത താക്കീതുമായി തലസ്ഥാന വീഥികളിൽ അണപൊട്ടി സ്ത്രീരോക്ഷം. നൂറുകണക്കിന് ആശാ വർക്കർമാരാണ് കൊടും ചൂടിൽ തളരാതെ അവകാശ പോരാട്ടത്തിനായി നിയമസഭാ മാർച്ചിൽ അണിനിരന്നത്. വനിതാ പ്രവർത്തകരുടെ ചോരാത്ത ആവേശം CPM നേതാക്കളുടെ ഉൾപ്പെടെ പരിഹാസ വാക്കുകൾക്കുള്ള ശക്തമായ മറുപടിയായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആശാ വർക്കർമാരാണ് എത്തിച്ചേർന്നത്. സമരം 22ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ നിയമസഭാ സമ്മേളനം തുടങ്ങിയത് കണക്കിലെടുത്താണ് ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഓണറേറിയവും ഇൻസെന്റീവ് കുടിശ്ശികയും സർക്കാർ അനുവദിച്ചെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഉപാധികൾ പിൻവലിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന നിലപാടാണ് സമരസമിതിയുടേത്. കോൺഗ്രസ് ഉൾപ്പെടെ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. അതേസമയം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നത് കേന്ദ്ര പദ്ധതിയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. ആശാ വർക്കർമാരെ സന്നദ്ധ പ്രവർത്തകരായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അവരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയമായ 7000 രൂപ നൽകുന്നത് കേരളത്തിലാണ്. ഇതുകൂടാതെ 3000 രൂപ ഫിക്സഡ് ഇൻസെന്റീവ് ഉണ്ട്. ഇതിനു പുറമെയാണ് സേവനങ്ങൾക്കുള്ള പ്രതിഫലം. കേരളത്തിൽ ജനുവരിയിലെ കണക്കനുസരിച്ച് 90% ആശാ വർക്കർമാർക്കും 10,000 മുതൽ 13,000 രൂപ ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഓണറേറിയം ലഭിക്കുന്നതിനുള്ള 10 മാനദണ്ഡങ്ങൾ മാറ്റണമെന്ന് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് മാനദണ്ഡങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ട 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കണക്ക് പരിശോധിക്കുമ്പോൾ ആശമാർക്ക് 90% ആശമാർക്ക് കേരളത്തിൽ ലഭിക്കുന്ന തുക 10,000-നും 13,000-നും ഇടയിലാണ് സർ. 90% ആശമാർ, അതായത് 26,125 പേരിലും 90% പേർക്കും 10,000-നും 13,000-നും ഇടയിൽ തുക അവർക്ക് വേതനം ലഭിക്കുന്നുണ്ട് സർ. സർ, 10 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 7,000 രൂപ നൽകി വന്നിരുന്നത്. 2017 ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സർ. അപ്പോൾ ആശമാര് ഫെബ്രുവരി മാസം 6-ാം തീയതി ഇവിടെ സമരം നടത്തി. ആ സമരത്തെ തുടർന്ന് അവരെന്നെ കാണാൻ വന്നു, ഇക്കാര്യം ഉന്നയിച്ചു. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനം, ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റണം എന്നുള്ളത് അവർ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ സർ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു. 7-ാം തീയതി തന്നെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഒരു പ്രൊസീഡിംഗ്സ് ഇറക്കി ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു. ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് സർ. അതിനിടെ പൊരിഞ്ഞ വെയിലത്തും മഞ്ഞത്തും മഴയത്തും സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് സർക്കാരിന് അനുകമ്പ തോന്നിയില്ലെങ്കിൽ പിന്നെ അവരൊക്കെ എങ്ങനെയാണ് മനുഷ്യരാകുന്നതെന്ന് സമരത്തിനെത്തിയ ഒരു സ്ത്രീ ചോദിച്ചു. നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതെന്ന് ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. സമരം ചെയ്യുന്ന തൊഴിലാളികളെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതാണോ കമ്മ്യൂണിസ്റ്റ് രീതി? ആരോടാണ് യുദ്ധപ്രഖ്യാപനം? തീവ്ര വലതുപക്ഷ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും സമരത്തിനെത്തിയ VD സതീശൻ പറഞ്ഞു.